ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോക്സാണ്. അതിപ്പോൾ എന്ത് ബോക്സാണ് നമുക്ക് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 14x18 സെൻറ്റിമീറ്ററിലുള്ളൊരു ചാർട്ട് ടൈപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കുമുള്ളൊരു എത്രയാണ് അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എത്രയ്ക്കാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ അതിൻ്റെ മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇതിൽ നോക്കിയിട്ട് അത് വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നടുക്കത്തെ ഈ ഒരു സ്ക്വയർ ഷേപ്പ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ആ ഒരു കോർണേഴ്സ് കണ്ടില്ലേ, ഒരു സ്റ്റെപ്പ് പോലെയാണ് അതുള്ളത്. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബോക്സ് ടൈപ്പ് ആണല്ലോ വേണ്ടിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിലത്തെ ആ ഒരു 4 പോർഷനിലെയും അല്ലെങ്കിൽ 4 സൈഡിലെയും പോർഷൻസ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലൈൻസുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം. കാരണം നമ്മൾ ബോക്സ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ കോർണേഴ്സും എഡ്ജസും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുന്നത്. ലൈൻസുള്ള എല്ലായിടവും നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ആ സൈഡ് 2 വശവും ബോക്സ് ആക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിതിലേക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെക്കണമല്ലോ, ഫോട്ടോസ് വെക്കാൻ വേണ്ടിയിട്ട് 2 കമ്പ് പോലത്തെ സാധനം നമ്മൾ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ സ്ക്വയർ ബോക്സിന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പേപ്പർ കൊണ്ട് റോൾ ഉണ്ടാക്കിയിട്ട് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫോട്ടോസ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരാണോ അവരുമായിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അങ്ങനെ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു രീതി ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ വലിച്ചു വിട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടത് റോളായിട്ട് വരും. 2 അറ്റവും ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആ വൈറ്റ് റോളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അഥവാ എന്താ പറയുക, ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാലും മതി. പക്ഷേ ഡബിൾ സൈഡ് ടേപ്പ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നമ്മൾ ആ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വെച്ചിട്ട് ഇതിനെ ഒരു ബോക്സ് പോലെ ആക്കി നമ്മൾ എടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു സ്ക്വയർ ബോക്സിൽ കൂടെ കാണത്തക്ക വിധത്തിൽ ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയർ പോലെ ആയിരിക്കണം ഉണ്ടാവുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫോട്ടോസ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാജിക്കൽ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സിനെയൊക്കെ ഞെട്ടിക്കാൻ പറ്റില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.